Hi dears, welcome to GS Create Classes. I am Radhika. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് എന്ന 4th യൂണിറ്റ് ആണ്. ഇത് യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ ബുക്കിലെ 4th ചാപ്റ്റർ ആണ്. അതിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് എ കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ് വീഡിയോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് നമ്മളിത് പറയാൻ പോകുന്നത്. ഇപ്പോ 4.4 വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻ ദ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ 4.5 മുതലാണ് വി ആർ ഗോയിങ് ടു റെക്കോർഡ് ഓർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് വീഡിയോ. അപ്പോൾ 4.5.1 മീനിങ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. എല്ലാവരും പറയും ഫിസിക്കൽ ഫിറ്റ്നസ് ഫിറ്റ് ആയിരിക്കണം അല്ലെ? എന്താ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദി എബിലിറ്റി ഓഫ് ബോഡി സിസ്റ്റംസ് ടു വർക്ക് ടുഗെദർ എഫിഷ്യൻ്റ്ലി. അതായത് എല്ലാ ബോഡി സിസ്റ്റത്തിനും നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. കുറെ മസിൽ ഉണ്ടാവുന്നതല്ല ഫിസിക്കൽ ഫിറ്റ്നസ്. എല്ലാം അല്ലെ, നമുക്ക് നെർവസ് സിസ്റ്റന്റ്, റെസ്പിറേറ്ററി സിസ്റ്റന്റ്, കാർഡിയോവാസ്കുലർ സിസ്റ്റന്റ്, ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇറ്റ് എനാബിൾസ് ഇൻഡിവിജ്വൽസ് ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് വിത്ത് മിനിമൽ എഫേർട്ട്. അല്ലെ, വലിയ കഥപ്പും ആയാസരഹിതമായിട്ട് ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ആണ്. ഓക്കെ. A fit person can meet work and home responsibilities with energy left for recreation. Fit person എങ്ങനെയാണ്? വീട്ടിലെ ജോലി, അതുപോലെ തന്നെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസും വർക്കും ഒക്കെ നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. It helps in dealing effectively with both normal and emergency life situations. അല്ലെ, അത് എമർജൻസി ആയാലും നോർമൽ ലൈഫ് സിറ്റുവേഷൻസിലും, അതായത് സാധാരണ രീതിയിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ അവർ നല്ല എനർജറ്റിക് ആയിരിക്കും. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഡെഫിനിഷൻ ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നിക്സൺ, നമുക്ക് കുറച്ച് ആൾക്കാർ പറയുന്നതാണ്. നിക്സൺ ഈസ് ടെല്ലിംഗ് ഓർഗാനിക് കപ്പാസിറ്റി ടു പെർഫോം ഡെയിലി ടാസ്ക് വിത്തൗട്ട് അൺഡ്യൂ ഫാറ്റിഗ്. അല്ലെ, നമുക്ക് ഉണ്ടാവുന്ന ഒരു കപ്പാസിറ്റി, അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? ഡെയിലി ടാസ്ക്, അല്ലെ, നിത്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ജോലികൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, തളർച്ച കൂടാതെ, അതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു നിക്സൺ. ഇറ്റ് ഇംപ്ലൈസ് സ്ട്രെങ്ത് ആൻഡ് എനർജി റിസർവ്സ് ഫോർ എമർജൻസീസ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് എനർജി ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എമർജൻസി, അല്ലെ. നമുക്ക് എന്നും ഒരുപോലെ ഒന്നും ആവില്ല. ചിലപ്പം അമ്മ പറയും വീട്ടിൽ പോയി, അല്ല മീൻസ് കടയിൽ പോയിട്ട് ഒരു 10 കിലോ അരി കൊണ്ടുവരും. അപ്പൊ ആ ദിവസം നമുക്ക് ഒരു എക്സ്ട്രാ എനർജി നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ എനർജി ഒക്കെ നമ്മൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഹോൾ ബോഡീസ് അഡാപ്റ്റേഷൻ ടു ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മുടെ മുഴുവൻ ശരീരത്തിന്റെയും ഫിസിക്കൽ ആക്ടിവിറ്റിയോടുള്ള അഡാപ്റ്റേഷൻ, അതിന്റെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ബോഡിയുടെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എഫിഷ്യൻസി, അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇൻവോൾവ്സ് റെസിസ്റ്റിംഗ് ഫാറ്റിഗ് ആൻഡ് എൻഡ്യൂറിംഗ് മസ്കുലർ സ്ട്രെസ്. അതായത് തളർച്ചയൊക്കെ ഇല്ലാതെ ആവുന്നു, അതുപോലെ തന്നെ മസിൽ പെയിൻ ഒക്കെ പറഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല, കാരണം അവര് ഫിറ്റ് ആണെങ്കിൽ. റിക്വയേഴ്സ് ആക്സെപ്റ്റബിൾ മോട്ടോർ എബിലിറ്റി ആൻഡ് ഫിസിക്കൽ പെർഫോമൻസ്. അപ്പൊ അതിന് എന്തൊക്കെ വേണം? മോട്ടോർ എബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചലിക്കാനുള്ള, മൂവ്മെന്റിനുള്ള ഒരു കഴിവ്, അല്ലെ, അതുപോലെ ഫിസിക്കൽ പെർഫോമൻസിനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ദെൻ കോമ്പണന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. റെസിസ്റ്റൻസ് ടു ഡിസീസ്, അല്ലെ, എന്തൊക്കെയാണ്? നമുക്ക് രോഗങ്ങൾ കുറവായിരിക്കും, അല്ലെ, മിക്കവാറും ഉണ്ടാവില്ല ഫിസിക്കലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ. മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്, അതുപോലെ തന്നെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും. കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, അതുപോലെ തന്നെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും, ശ്വസനം നല്ല രീതിയിൽ നടക്കും. അപ്പൊ അതുകൊണ്ട് ശ്വസനം സംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്ലെക്സിബിലിറ്റി ആൻഡ് മസിൽ പവർ, നമ്മൾ നല്ല ഫ്ലെക്സിബിൾ ആവും, നമുക്ക് ഏതെയും പോകാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, അല്ലെ, മസിൽ പവർ ഉണ്ടാവും. സ്പീഡ്, എജിലിറ്റി, കോർഡിനേഷൻ, ബാലൻസ് ആൻഡ് ആക്യുറസി, അല്ലെ, ഇതെല്ലാം നല്ല എനർജറ്റിക് ആവും. എല്ലാം പറഞ്ഞ എല്ലാ ബോഡി പാർട്സും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവും, ബാലൻസ്, അല്ലെ, വീഴാൻ പോകുമൊന്നുമില്ല പെട്ടെന്ന്. അതുപോലെ നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിലായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കോമ്പണന്റ്സ്.
പിന്നെ സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസ് അല്ലെ കോമ്പണൻസ് ഏതൊക്കെയാണ് നോക്കാം. ഫിറ്റ്നസിന്റെ സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസിന്റെ കോമ്പണൻസ്. എജിലിറ്റി അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു. എജിലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ അബിലിറ്റി ടു മൂവ് ക്വിക്ക്ലി ആൻഡ് ഈസിലി അല്ലെ, ക്വിക്ക് ആയിട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ എജിലിറ്റി എന്ന് പറയുന്നത്. ബാലൻസ്, മെയിൻറ്റെയിനിങ് ബോഡി പൊസിഷൻ വൈൽ സ്റ്റാൻഡിങ് ഓർ മൂവിങ് അല്ലെ. നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ഒരു കാലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് വീഴാൻ പോകും. അങ്ങനെയല്ലാതെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം അല്ലെ, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും. അതായത് അതാണ് ഫിറ്റ്നസിന്റെ ഒരു ലക്ഷണം. കോർഡിനേഷൻ, സ്മൂത്ത് എഫിഷ്യന്റ് മൂവ്മെന്റ്സ് അല്ലെ, എല്ലാ ബോഡി പാർട്സും ഒരു എന്താ പറയുക കോർഡിനേഷൻ ഉണ്ടാവും വൈൽ വി ആർ മൂവിങ്, വാക്കിംഗ് അല്ലെ, ജമ്പിങ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സ്പീഡ്, ക്വിക്ക്നെസ് ഓഫ് മൂവ്മെന്റ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. പവർ ആൻഡ് റിക്രിയേഷൻ ടൈം, എക്സ്പ്ലോസീവ് എനർജി ആൻഡ് റെസ്പോൺസ് സ്പീഡ് അല്ലെ, നല്ല എനർജി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എല്ലാം നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സ്കിൽ റിലേറ്റഡ് ഫിറ്റ്നസ് കോമ്പണൻസ്. ഹെൽത്ത് റിലേറ്റഡ് കോമ്പണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അത് ഏതൊക്കെയാണ്? മസ്കുലർ സ്ട്രെങ്ത് അല്ലെ, മസിൽസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. മാക്സിമം ഫോഴ്സ് എ മസിൽ ക്യാൻ എക്സേർട്ട്, അതായത് നമുക്കറിയാം ഈ നല്ല മസിലുള്ള ആളുകൾ ഇങ്ങനെ പഞ്ചൊക്കെ പിടിക്കില്ലേ, അപ്പൊ ആ സമയത്ത് അവർക്ക് എന്താണ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നമുക്കത് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത്. ഓക്കെ. ദെൻ മസ്കുലർ എൻഡ്യൂറൻസ്, സസ്റ്റെയിൻ ഫോഴ്സ് ഓവർ ടൈം, അതായത് ഒരു ദിവസമല്ല, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും ഈ ഒരു ഫിറ്റ്നസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ദിവസം 2 ദിവസം ഒന്നും അല്ല ഉണ്ടാവുന്നത്, പീരീഡ് ഓഫ് ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ ആസ് ലോങ് ആസ് വി ആർ പ്രിസർവിങ് അവർ ബോഡി ഓർ ആസ് ലോങ് ആസ് വി ആർ മെയിൻറ്റെയിനിങ് അവർ ബോഡി ത്രൂ ഫിസിക്കൽ എക്സസൈസ്, ഈ മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടായിരിക്കും. ഫ്ലെക്സിബിലിറ്റി, ജോയിന്റ്സ് റേഞ്ച് ഓഫ് മോഷൻ അല്ലെ, അതായത് നമ്മുടെ ജോയിന്റ്സിന് അല്ലെ, ചില ആളുകൾ കണ്ടിട്ടില്ലേ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാവും, ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകില്ല. കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസസ്, അതായത് ഹൃദയവും ശ്വസനവും അല്ലെ. സസ്റ്റൈൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി എബിലിറ്റി, നമുക്ക് ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ നമ്മുടെ ഹാർട്ട് വേണം, ലങ്സ് വേണം അല്ലെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്താലാണ് ഇതൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കിതയ്ക്കും, ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബോഡി കോമ്പോസിഷൻ, റേഷ്യോ ലേൺ മാസ് ടു ഫാറ്റ്, നമുക്കറിയാം ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ അറിയാം, അതായത് ഇത്ര ഹൈറ്റിന് ഇത്ര വെയിറ്റേ പാടും, അങ്ങനത്തെ കുറെ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്, അത് എപ്പോഴും ഫിറ്റ് ആയ ആളുകൾക്ക് നോർമൽ ആയിരിക്കും. ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, മസ്കുലർ സ്ട്രെങ്ത് അല്ലെ, മസ്കുലർ സ്ട്രെങ്ത് ഉണ്ടാവും, അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അല്ലെ. ഇംപ്രൂവ്സ് മസ്കുലർ ആൻഡ് കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, ഹൃദയാരോഗ്യവും അതുപോലെ തന്നെ മസ്കുലർ പവറൊക്കെ കൂട്ടുന്നു. റെഡ്യൂസസ് റിസ്ക് ഓഫ് മേജർ ക്രോണിക് ഡിസീസസ്, ഇനി അസുഖങ്ങൾ ഇല്ലാതെ ആവുന്നു. ഓക്കെ, ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുട്ടികൾക്കൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ പറയും, ഡോക്ടർ പറയാറുണ്ട് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണ്, ബോഡി ഫിറ്റ് അല്ലാഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇത് തന്നെയാണ് കാരണം. അപ്പൊ നമ്മൾ ബോഡി ഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ അങ്ങനെ അസുഖങ്ങൾ കുറവായിരിക്കും. എൻഹാൻസസ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ആൻഡ് മെന്റൽ ഹെൽത്ത്, നമുക്ക് നന്നായി ഉറങ്ങാൻ പറ്റും, അതുപോലെ തന്നെ മാനസികാരോഗ്യം, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മാനസികാരോഗ്യവും ഇംപ്രൂവ്ഡ് ആവും. പ്രൊമോട്ട്സ് ഹെൽത്തി വെയിറ്റ് ആൻഡ് പോസ്ചർ, അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ BMI ഒക്കെ പറഞ്ഞില്ലേ, ഫിറ്റ് ആവണമെങ്കിൽ ഹെൽത്തി വെയിറ്റ് വേണം, അതുപോലെ തന്നെ നല്ല പോസ്ചർ ഉണ്ടാവും അല്ലെ, നല്ല ശരീരഘടന ഉണ്ടാവും. ഇംപ്രൂവ്സ് അപ്പിയറൻസ്, സ്റ്റാമിന ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇംപ്രൂവ്സ് അവർ അപ്പിയറൻസ്, നമ്മുടെ ബോഡി ഫിറ്റ് ആവുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് നല്ല ഭംഗി ഉണ്ടാവും, നല്ല സ്റ്റാമിന, നല്ല സ്ട്രോങ് ആവും, അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡന്റ് ആവും. That is why we are participating in social activities also. Then muscular endurance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Muscular endurance is how long a muscle can work before getting tired. അതായത് എത്രത്തോളം സമയം മസിലിന് പണിയെടുക്കാൻ പറ്റും അല്ലെ, ക്ഷീണിക്കാതെ, അതിനെയാണ് മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. It means using less force but for a longer time or more repetitions അല്ലെ, അതായത് യൂസിങ് ലെസ് ഫോഴ്സ്, അധികം ആയാസം ഒന്നും ഇല്ലാതെ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് തവണ നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുക, അതിനെയാണ് നമ്മൾ മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൂയിങ് ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലൈംബിംഗ് സ്റ്റെയർസ് ഓർ ക്യാരിയിങ് ബാഗ്സ് അല്ലെ. ഈ ചുമട്ട് തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടാവും, കാരണം കുറേ സമയം അവർക്ക് ക്യാരി ചെയ്ത് നടക്കാൻ പറ്റണം അല്ലെ, സാധനങ്ങളായി വെയിറ്റ് ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറുക,
ചില ആളുകൾ കണ്ടിട്ടില്ല ഓടിക്കയറുന്നത്, ബിക്കോസ് ദേ ആർ മസ്കുലർ എൻഡ്യൂറൻസ്. ആക്ടിവിറ്റീസ് ലൈക്ക് സൈക്ലിംഗ്, ബോഡി വെയിറ്റ് എക്സസൈസ് ഇംപ്രൂവ് എൻഡ്യൂറൻസ്. അതിന് വേണ്ടിയിട്ട് സൈക്ലിങ്ങും ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസസ് ഒക്കെ മസ്കുലർ എൻഡ്യൂറൻസ് കൂട്ടാനുള്ള എക്സസൈസസ് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഇമ്പോർട്ടൻസ് ഫോർ അത്ലറ്റ്സ്, വോക്കർ ആൻഡ് ജനറൽ ഫിറ്റ്നസ് അല്ലെ. അത്ലറ്റ്സിനും അതുപോലെ വോക്കേഴ്സിനും അതുപോലെ സ്പോർട്സ് പേഴ്സൺസിനും ഒക്കെ ഈ എൻഡ്യൂറൻസ് വേണം. നമ്മള് പകുതി വരെ ഓടി കഴിഞ്ഞവർക്ക് തളർന്നു കഴിഞ്ഞാൽ പറ്റുമോ? അപ്പൊ അവർക്ക് ഈ മസ്കുലർ എൻഡ്യൂറൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ വളരെ ഇസെൻഷ്യൽ ആണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മൾ ഫ്ലെക്സിബിൾ ആവുക, അതായത് ഏത് സ്ഥലത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇരിക്കുക, എണീക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ഫ്ലെക്സിബിലിറ്റി മീൻസ് ഹൗ ഫ്രീലി എ ജോയിന്റ് ക്യാൻ മൂവ് ഇൻ ഓൾ ഡിറക്ഷൻസ് അല്ലെ. ജോയിന്റ്സ് ഫ്രീ ആവും, അതായത് ജോയിന്റ്സ് മടക്കുമ്പോഴും നിവർത്തുമ്പോഴൊന്നും പെയിൻ ഒന്നും ഇല്ലാതിരിക്കുക. അപ്പൊ അത് ചില ആളുകൾക്ക് മടങ്ങുന്നെ ഇല്ല, ചില കാലൊന്നും മടങ്ങില്ല, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. ഇറ്റ് ഹാവ്സ് ഇൻ ഈസി ആൻഡ് പെയിൻ ഫ്രീ മൂവ്മെന്റ്സ്. ഇനി ചില ആളുകൾക്കാണെങ്കിൽ എന്താണ്, ഇരുന്നിട്ട് എണീക്കുമ്പോഴേക്കും കാല് വേദനിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയൊക്കെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൈകാലുകൾ മൂവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കും ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ. Good flexibility reduces the chance of muscle and joint injuries. നമുക്ക് മസിൽ പെയിൻ ഒന്നും ഉണ്ടാവില്ല, ജോയിന്റ് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ. സ്ട്രെച്ചിങ്, യോഗ ആൻഡ് ജിംനാസ്റ്റിക്സ് ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി. യോഗ, അതുപോലെ സ്ട്രെച്ചിങ് എക്സസൈസസ്, ജിംനാസ്റ്റിക്സ്, അതൊക്കെയാണ് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള എക്സസൈസസ്. ഫ്ലെക്സിബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് ലൈഫ് അല്ലെ. അതായത് വയസ്സായ ആളുകളുടെ ഒരു വിചാരമുണ്ട് നമ്മുടെ നാട്ടില്, വയസ്സായി ഇനി നമുക്ക് എന്താണ് കുറച്ചൊക്കെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറയും. പക്ഷെ അവർക്കും എക്സസൈസിലൂടെ ഫ്ലെക്സിബിലിറ്റി വയസ്സായാലും നേടിയെടുക്കാൻ പറ്റും. ദെൻ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. ഇനി എന്താണ് കാർഡിയോ റെസ്പിറേറ്ററി അല്ലെ? ഇറ്റ് മീൻസ് ഹൗ വെൽ യുവർ ഹാർട്ട് ആൻഡ് ലങ്സ് വർക്ക് ഡ്യൂറിങ് ലോങ് ആക്ടിവിറ്റി അല്ലെ. പെട്ടെന്ന് കിതപ്പൊന്നും വരാത്തൊരവസ്ഥ. നമ്മുടെ ഹാർട്ടും ലങ്സും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പണിയെടുക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്. It helps you to do activities like running or swimming without getting tired fast. അല്ലെ, കുറെ നേരം ഓടുക, കുറെ നേരം സ്വിം ചെയ്യുക ഒക്കെ ഒരു എബിലിറ്റിയാണ്. അതിനൊക്കെയാണ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, കുറച്ചേരം ഓടുമ്പോഴേക്കും നമ്മൾ കതച്ച് അവിടെ നിൽക്കും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു എൻഡ്യൂറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത്. ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഓക്സിജൻ സപ്ലൈ ആൻഡ് സ്റ്റാമിന. നമ്മുടെ ശരീരത്തിൽ നല്ല ഓക്സിജൻ സപ്ലൈ ഒക്കെ ഉണ്ട്, നമ്മൾ സ്ട്രോങ് ആണ് നമ്മുടെ മസിൽസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് ഉണ്ടാവും. അതർവൈസ് ഈ നമ്മൾ കിതയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓക്സിജൻ കുറവാകുമ്പോൾ ഓക്സിജൻ ഇൻടേക്ക് ആണ് ആക്ച്വലി ഈ പാൻറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ കിതയ്ക്കുക. ആൻഡ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ആക്ടിവിറ്റീസ് ലൈക്ക് വാക്കിംഗ് ഓർ സൈക്ലിംഗ് ആൻഡ് ഇൻക്രീസസ് സ്ലോലി. അപ്പൊ അതിനുള്ള ഒരു റെമഡി ആണ് എന്താണ് വാക്കിംഗ് ഓർ സൈക്ലിംഗ്. ഓക്കെ, ട്രെഡ്മിൽ ആൻഡ് എറോബിക് വർക്കൗട്ട്സ് ക്യാൻ ഹെൽപ്പ് ടെസ്റ്റ് ആൻഡ് ബിൽഡ് എൻഡ്യൂറൻസ്. അതുപോലെ ട്രെഡ്മില്ലൊക്കെ നടക്കുക, എറോബിക് എക്സസൈസസ് ഒക്കെ ഈ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then body composition. Body composition is the balance between fat, muscles, bones and organs. Like ഈ ഫാറ്റ്, മസിൽ, ബോൺ, ഓർഗൻസ് ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ഒരു ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് അല്ലെ, ശരീരത്തിലുള്ള ഒരു ബാലൻസിനെയാണ് നമ്മൾ ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ മച്ച് ഓഫ് യുവർ ബോഡി ഈസ് ലീൻ മാസ് വേഴ്സസ് ഫാറ്റ് അല്ലെ. എത്രത്തോളം മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ അല്ലെ, ഓരോരുത്തരുടെ ശരീരം അതിനനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിനെയാണ് ബോഡി കമ്പോസിഷൻ എന്ന് പറയുന്നത്. എ ഹെൽത്തി ബോഡി കമ്പോസിഷൻ ഹെൽപ്സ് യു സ്റ്റേ ഫിറ്റ് ആൻഡ് ആക്റ്റീവ്. അതായത് നല്ല തടിക്കാനും പാടില്ല, മെലിയാനും പാടില്ല. അപ്പോഴാണ് ഒരു ഹെൽത്തി ബോഡി കമ്പോസിഷൻ ഉണ്ടാവുന്നത്. അത് നമ്മൾ ഫിറ്റ് ആവുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ആവുന്നു. ഫിറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വി ആർ ആക്റ്റീവ് ഓൾസോ. ടു മച്ച് ഫാറ്റ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡിസീസസ്. ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ബെല്ലി ഫാറ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സസൈസസ് ആൻഡ് ഹെൽത്തി ഈറ്റിംഗ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ ഗുഡ് ബോഡി കമ്പോസിഷൻ. എക്സസൈസസും അതുപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതൊക്കെ നല്ലൊരു ബോഡി കോമ്പോസിഷൻ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ബെനിഫിറ്റ്സ് ആണ് മേക്സ് യുവർ ഹാർട്ട്, ലങ് ആൻഡ് മസിൽസ് സ്ട്രോങ്ങർ അല്ലെ. അതായത് എക്സ്റ്റേണലി മാത്രമല്ല, ഇന്റേണലി നമ്മൾ സ്ട്രോങ്ങർ ആവും. Helps prevent diseases like diabetes, stroke and depression.
അതുപോലെ തന്നെ ഡയബറ്റീസ് കുറയ്ക്കാനായിട്ട്, ഡയബറ്റീസ് ഉള്ളവരോട് ആദ്യം തന്നെ ഡോക്ടർ പറയുക എക്സസൈസ് ആണ് അല്ലെ. ദെൻ സ്ട്രോക്ക് കുറയും, സ്ട്രോക്കിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, ഡിപ്രഷനെ പ്രതിരോധിക്കാൻ പറ്റും ത്രൂ ഫിസിക്കൽ എക്സസൈസ്. ഇംപ്രൂവ്സ് സ്ലീപ്പ്, മൂഡ് ആൻഡ് എനർജി ലെവൽസ് അല്ലെ, നമ്മളുടെ സ്ലീപ്പ് വർദ്ധിപ്പിക്കുന്നു, അതുപോലെ എനർജി ലെവൽസ് ഒക്കെ ഇൻക്രീസ്ഡ് ആവുന്നു. ദെൻ കീപ് യുവർ ബോഡി വെയിറ്റ് ഹെൽത്തി ആൻഡ് മസിൽ സ്ട്രോങ് അല്ലെ. നമ്മൾ BMI കീപ്പ് ചെയ്യണം, ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പൊ മാത്രമാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവുക, മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആവും. ഇൻക്രീസസ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കോൺഫിഡന്റ് ആവും. സോ we can interact with the society with a large amount of confidence. Improved quality of life through fitness. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കൂടി കഴിഞ്ഞാൽ തന്നെ ലൈഫിന്റെ ക്വാളിറ്റി കൂടും. Gives you more energy and mental focus അല്ലെ, കൂടുതൽ എനർജി തരുന്നു. അങ്ങനെ നമ്മൾ മാനസികാരോഗ്യം ഒക്കെ ശ്രദ്ധിക്കും. Reduces stress and improves your sleep അല്ലെ, സ്ട്രെസ് ഇല്ലാതെയോ സ്ലീപ്പ് ഉണ്ടാവുക, ഈ രണ്ടവസ്ഥ തന്നെ പകുതി നമുക്ക് ആരോഗ്യം തരുന്നു. ബൂസ്റ്റ് യുവർ സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് അല്ലെ, നമ്മൾ വളരെ സ്ട്രോങ് ആവും, സ്റ്റാമിന ഒക്കെ ഇൻക്രീസ് ആവും. ഇംപ്രൂവ്സ് ബോഡി ഷേപ്പ് അല്ലെ, നല്ല ഷേപ്പ്, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഫിറ്റ് ആവുമ്പോൾ നല്ല ഷേപ്പ്, ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം ഒക്കെ ആയി മാറും, അപ്പിയറൻസ് ഒക്കെ നല്ലതാവും. ഹെൽപ്സ് യു ടേക്ക് പാർട്ട് ഇൻ സോഷ്യൽ ആൻഡ് ഫാമിലി ആക്ടിവിറ്റീസ് ആക്റ്റീവ്ലി അല്ലെ, അപ്പൊ എല്ലാവരോടും ഇടപഴകാനൊക്കെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറ്റുന്നു. ഫിസിക്കൽ എക്സസൈസ് മീനിങ് ആൻഡ് മേജർ ടൈപ്സ്. ഓക്കെ, ഇനി എന്തൊക്കെ തരത്തിലുള്ള ഫിസിക്കൽ എക്സസൈസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. എക്സസൈസ് ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ടു മെയിൻറ്റെയിൻ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് ഹെൽത്തും ഫിറ്റ്നസും നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയെയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ എക്സസൈസ്. Divided into aerobic and anaerobic exercises. Okay. Aerobic uses oxygen to fuel activity. Oxygen, അതായത് നമ്മൾ ഓക്സിജൻ ശ്വാസം അതിനനുസരിച്ച് നിയന്ത്രിച്ച് ചെയ്യുന്നതാണ് aerobic activities. Anaerobic is short, intense and uses short glycogen. Anaerobic എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ചെറുതാണ്, പക്ഷെ ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് ചെയ്യുന്ന എക്സസൈസസ് ആണ്. അപ്പൊ അവിടെ ശ്വാസം പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. Both types are crucial for balanced fitness. അപ്പോൾ aerobic and anaerobic activities are required for balanced fitness. Then aerobic exercises, അതിന്റെ meaning and characteristics ആണ് പറയുന്നത്. Aerobic means air means oxygen. അതായത് ഓക്സിജൻ വെച്ചിട്ട് ശ്വസിച്ച് ചെയ്യുന്നതാണ്. Continuous and rhythmic movement അല്ലെ, അതായത് rhythmic ആയിട്ട് ശ്വാസത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഇൻവോൾവ്സ് ലാർജ് മസിൽ ഗ്രൂപ്പ്സ് ലൈക്ക് ലെഗ്സ് ആൻഡ് ഹിപ്സ് അല്ലെ, ലെഗ്സും ഹിപ്സും ഒക്കെയാണ് അതിൽ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എയറോബിക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ക്യാൻ ബി സസ്റ്റെയിൻഡ് ഫോർ ഓവർ 10 minutes അല്ലെ, 10 minutes ഒക്കെ ലോങ് ചെയ്തിട്ടുള്ള എക്സസൈസസ് ഒക്കെ കാണാം. ഇംപ്രൂവ്സ് ഹാർട്ട് റേറ്റ് ആൻഡ് എൻട്രൻസ്. അതിൽ നമ്മൾ ഓക്സിജൻ ലെവലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ്. ഹാർട്ട് റേറ്റും ഹാർട്ടിന്റെ ആ ഒരു പവറൊക്കെ കൂടും. അതിന് എക്സാമ്പിൾസ് ആണ്, എക്സാമ്പിൾസ് ആൻഡ് ബെനിഫിറ്റ്സ്. എക്സാമ്പിൾസ് ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ് അല്ലെ, സ്വിമ്മിങ്, ഡാൻസിങ് ഒക്കെ. ഇംപ്രൂവ്സ് ഹാർട്ട് ആൻഡ് ലങ് ഫങ്ഷൻ. അപ്പോൾ ശ്വാസം വിടുന്നത് കൊണ്ട് തന്നെ ഹാർട്ടും ലങ്സ് ഒക്കെ സ്ട്രോങ് ആവും. റെഡ്യൂസസ് ബ്ലഡ് പ്രഷർ ആൻഡ് ഇൻഫ്ലമേഷൻ അല്ലെ, BP ഒക്കെ കുറയുന്നു. എയ്ഡ്സ് ഇൻ വെയിറ്റ് ലോസ് ആൻഡ് ബെറ്റർ സ്ലീപ്പ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഉറങ്ങാൻ സാധിക്കുന്നു, നമ്മുടെ അമിതവണ്ണമൊക്കെ കുറയുന്നു. എൻഹാൻസ് സ്മൂത്ത് കഗ്നിഷൻ ആൻഡ് എനർജി. നമുക്ക് ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നല്ല ഫിസിക്കലി ഫിറ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ബ്രെയിൻ ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ, നല്ല എനർജറ്റിക് ആവും. പിന്നെ അതുപോലെ എയറോബിക് എക്സസൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസസ് ഓക്സിജൻ ഫോർ എനർജി. Aerobic exercise relies on continuous oxygen supply to produce energy during activity. ശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന നമ്മൾ യോഗയൊക്കെ അങ്ങനെയാണ് അല്ലെ. അപ്പൊ ശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ആ ഒരു എനർജി നമ്മുടെ ശ്വാസത്തിൽ നിന്ന് കിട്ടുന്നു. Done for longer duration. These exercises are performed at moderate intensity over extended periods. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്കത് ചെയ്യാൻ പറ്റുന്നു. Improves heart and lung health അല്ലെ, നമ്മൾ പറഞ്ഞതാണ്. Aerobic activities strengthens the heart and lung, increasing endurance and stamina. നമ്മളെ സ്ട്രെങ്ത് ആക്കുന്നു. അതുപോലെ തന്നെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നു അല്ലെ.
അതിൻ്റെയൊക്കെ ഫങ്ഷൻ റിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ എനൈറോബിക് എക്സസൈസസ് ഏതൊക്കെയാണ്? അതിന്റെ മീനിങ് ആൻഡ് സയൻസ്. എനൈറോബിക് ഒക്കേഴ്സ് വിത്തൗട്ട് ഓക്സിജൻ. ആ സമയത്ത് നമ്മൾ ശ്വസിക്കുന്നില്ല, അതായത് ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നതാണ്. യൂസസ് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ മസിൽസ്. ആ സമയത്ത് നമ്മൾ ഗ്ലൈക്കോജനാണ്, അതായത് നമ്മുടെ ഡയബറ്റിസ് പേഷ്യൻസിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മള് ബെല്ലിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനടിയിൽ ഒക്കെ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻവോൾവ്സ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ പ്രോസസ്. അതിൽ ലാക്റ്റിക് ആസിഡ് അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പെർഫോംഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻസ്. ശ്വാസം പിടിച്ചിട്ട് എത്ര നേരം ചെയ്യാൻ പറ്റുക? പ്രൊഡ്യൂസസ് ഇന്റൻസ് എനർജി ക്വിക്കലി. പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാക്കുക അല്ലെ, കൂടുതലായിട്ടുള്ള പണികൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെ, കുറച്ചു നേരമുള്ളൂ, കണ്ടിട്ടില്ലേ അവര് ഇങ്ങോട്ട് പിടിച്ചിട്ട് നമുക്ക് തന്നെ ശ്വാസം മുട്ടും അല്ലെ. അതുപോലെ തന്നെ സ്പ്രിന്റിങ്, 100 മീറ്റർ ഓട്ടം ഒക്കെ കണ്ടിട്ടില്ലേ. HIIT ആൻഡ് പ്ലയോമെട്രിക്സ് അല്ലെ, സ്പോർട്സ് ഐറ്റംസ് ഇതുപോലെ ശ്വാസം വിടാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്പോർട്സ് ഐറ്റംസ് ആണ്. അപ്പൊ അതിൽ ശ്വാസം നമ്മൾ ഉപയോഗിക്കുന്നില്ല. എയ്റോബിക് ആണെങ്കിൽ ശ്വാസത്തിലൂടെ നമ്മൾ എയ്റോബിക് ആക്ടിവിറ്റീസ്, ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, സൂംബ ഡാൻസ് ഒക്കെ അങ്ങനത്തെ. അപ്പോ ഇതിലാണെന്നുണ്ടെങ്കിൽ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഓക്സിജൻ ലെവൽ വരുന്നില്ല, പക്ഷെ വളരെ ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ കൂടുതൽ എനർജി ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴാണ് നമ്മുടെ ഗ്ലൈക്കോജൻ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇൻക്രീസസ് മസിൽ സ്ട്രെങ്ത് ആൻഡ് ബോൺ ഡെൻസിറ്റി അല്ലെ, മസിൽ സ്ട്രെങ്ത്തും ബോൺ ഡെൻസിറ്റി ഒക്കെ കൂട്ടുന്നു. ഇംപ്രൂവ്സ് പോസ്ചർ ആൻഡ് ജോയിന്റ് ഫങ്ഷൻ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് ഒക്കെ നന്നാവുന്നു, ജോയിന്റ് ഫങ്ഷൻ ഒക്കെ ഉണ്ടാക്കുന്നു, ജോയിന്റ് അല്ലെ, അതായത് ജോയിന്റ് പെയിൻ ഒക്കെ കുറയുന്നു. റെഡ്യൂസസ് റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് അല്ലെ, എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു. ലോവേഴ്സ് ബ്ലഡ് ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ ലെവൽസ് അല്ലെ, ഷുഗർ കുറയുന്നു, കൊളസ്ട്രോൾ കുറയുന്നു. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എനൈറോബിക് എക്സസൈസിന്. പിന്നെ അതുപോലെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എനൈറോബിക് എക്സസൈസസ്. അതായത് നമുക്കറിയാം ബിൽഡ്സ് മസിൽ സ്ട്രെങ്ത് ആൻഡ് പവർ അല്ലെ, അപ്പൊ നമ്മുടെ മസിലിന്റെ ഒക്കെ പവർ കൂടുന്നു, അതുപോലെ തന്നെ എന്താ പറയാ സ്ട്രോങ് ആവുന്നു മസിൽസ് ഒക്കെ. ഇംപ്രൂവ് ഷോർട്ട് ബേർസ്റ്റ് പെർഫോമൻസ്. അതായത് നമുക്കറിയാം ഇത് ഒരു 20 മിനിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ വെയിറ്റ് ലിഫ്റ്റിംഗ്? ശ്വാസം പിടിച്ചാണ് ചെയ്യുന്നത്. These exercises are essential for activities that require quick, intense efforts like sprinting or weightlifting. അല്ലെ, അങ്ങനത്തെ പെട്ടെന്ന് ചെയ്യുന്ന പണികൾക്കാണ് നമ്മൾ എനൈറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ബൂസ്റ്റ് മെറ്റബോളിസം, നമ്മുടെ ദഹനം വർദ്ധിപ്പിക്കുന്നു. എനൈറോബിക് വർക്ക്ഔട്ട്സ് ഇൻക്രീസ് കാലറി ബേൺ ഈവൻ ആഫ്റ്റർ ദി എക്സസൈസ്, സപ്പോർട്ടിങ് ഫാറ്റ് ലോസ് ആൻഡ് മെറ്റബോളിക് ഹെൽത്ത്. അത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് എനർജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എക്സസൈസ് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ് മെറ്റബോളിക് ഹെൽത്തും അതുപോലെ തന്നെ കാലറി ബേൺ ഒക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഇപ്പോ ഈവൻ ലേഡീസും സെലിബ്രിറ്റീസും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഹാൻസസ് ബോൺ ഡെൻസിറ്റി ആൻഡ് ജോയിന്റ് ഹെൽത്ത് അല്ലെ, ബോൺ സ്ട്രോങ് ആക്കും, ജോയിന്റുകൾ ഉണ്ടല്ലോ അതൊക്കെ സ്മൂത്ത് ആക്കും. അതുപോലെ തന്നെ റെഗുലർ എനൈറോബിക് ആക്ടിവിറ്റി സ്ട്രെങ്തൻസ് ബോൺസ് ആൻഡ് ജോയിന്റ്സ് അല്ലെ, റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബോൺസും ജോയിന്റ്സ് ഒക്കെ സ്ട്രോങ് ആവും. റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി അല്ലെ, ഇഞ്ചുറി പരിക്കുകൾ പറ്റുന്നതൊക്കെ ഇല്ലാതെയും, കാരണം നമ്മുടെ ബോഡി സ്ട്രോങ് ആണ്. ഇഫക്ട്സ് ഓഫ് എക്സസൈസ് ഓൺ മസ്കുലർ സിസ്റ്റം. മസിൽസ് കവർ ആൻഡ് മൂവ് ബോൺസ് അല്ലെ, മസിൽ എന്താണ് നമ്മുടെ എന്തിനെ കവർ ചെയ്തിട്ടാണ് മസിൽസ് വരുന്നത്? ബോൺസിനെ അല്ലെ. 2 types of muscles are there, voluntary and involuntary. പേര് പോലെ തന്നെ നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം ചലിപ്പിക്കാനും നിയന്ത്രിക്കാനൊക്കെ പറ്റുന്നതാണ് വോളണ്ടറി മസിൽസ്. ഇൻവോളണ്ടറി നമ്മുടെ അനൈച്ഛികമായിട്ട് അല്ലെ, നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന മസിൽസ്. വോളണ്ടറി മസിൽസ് കൺട്രോൾഡ് ബൈ ദ ബ്രെയിൻ, യൂസ്ഡ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് വാക്കിംഗ്, ടോക്കിംഗ് അല്ലെ, നമ്മുടെ കൈകാലുകളിലെ മസിൽസ് ഒക്കെ. ഇൻവോളണ്ടറി മസിൽസ് ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഇൻസൈഡ് ബോഡി ഓർഗൻസ്. ഇപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ മസിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കുന്നത് ഹാർട്ട് വർക്ക് ചെയ്യണ്ട, നടക്കില്ലല്ലോ. റെസ്പിറേറ്ററി മസിൽസ്. ഓക്കെ, then effects of exercise on various system of body. Muscular system. Okay, പല സിസ്റ്റങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഓരോ സിസ്റ്റത്തിനും എന്താണ് സംഭവിക്കുന്നത്? മസ്കുലർ സിസ്റ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? മസിൽസ് ഹെൽപ്പ് ദ ബോഡി മൂവ്മെന്റ് ആൻഡ് പോസ്ചർ. നമുക്കറിയാം മസിൽസ് ആണ് നമ്മുടെ ബോഡി പോസ്ചർ ഉണ്ടാക്കുന്നത് അല്ലെ,
അല്ലെങ്കിൽ മൂവ്മെന്റുകൾ ഉണ്ടാക്കുന്നതൊക്കെ മസിൽസ് ആണ്. There are over 600 muscles in the human body. അല്ലെ, 1, 2 അല്ല, 600 muscles are there in the human body. Muscles work in pairs to move bones. അല്ലെ, അതായത് ബോണിന്റെ മുകളിലാണ് മസിൽ വരിക. അപ്പോൾ ബോണിനെ ചലിപ്പിക്കാനായിട്ട് മസിൽസ് ആർ എസെൻഷ്യൽ. പ്രോപ്പർ എക്സസൈസ് കീപ്സ് മസിൽസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി. നല്ല എക്സസൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല മസിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അത് അവർ നല്ല പ്രോപ്പർ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. ദാറ്റ് ഇസ് വൈ ദേ ആർ ബിക്കം സ്ട്രോങ് ആൻഡ് ഹെൽത്തി. Muscles adapt and grow stronger when used regularly. അതായത് ഒരു ദിവസം അല്ല എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആയി മാറും. ഇഫക്ട്സ് ഓഫ് എക്സസൈസ് ഓൺ മസ്കുലർ സിസ്റ്റം. ഇനി എക്സസൈസിന്റെ മസ്കുലർ സിസ്റ്റത്തിലുള്ള ഇഫക്റ്റ്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്? എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്കുലർ സിസ്റ്റത്തിനുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണ്? ഇൻക്രീസസ് മസിൽ സ്ട്രെങ്ത് ആൻഡ് സൈസ്. അല്ലെ, ജിമ്മിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വീർത്ത് വരുന്നില്ല, സ്ട്രെങ്ത്തും സൈസും ഒക്കെ കൂടുന്നു. ഇംപ്രൂവ്സ് മസിൽ ടോൺ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ മസിലിന്റെ ഫ്ലെക്സിബിലിറ്റി കൂടുന്നു. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലെ, ഏത് രീതിയിൽ വേണമെങ്കിലും മസിൽസും അതുപോലെ തന്നെ കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റും. ഡിലേസ് മസിൽ ഫാറ്റിഗ് ആൻഡ് ബൂസ്റ്റ് എൻട്രൻസ്. നമുക്കിടെ തളർച്ചകൾ അല്ലെ, നമുക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും കയ്യിലെ മസിലൊക്കെ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്, അപ്പോഴേക്കും കൈവേദന വരും അല്ലെ. അതുപോലെ തന്നെ ബൂസ്റ്റ് എൻട്രൻസ്, ഒരുപാട് നേരം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും മസ്കുലർ സിസ്റ്റത്തിന്. ഇൻക്രീസസ് ബ്ലഡ് സപ്ലൈ ടു വർക്കിംഗ് മസിൽസ്. അതുപോലെ തന്നെ കുറെ നന്നായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ അല്ലെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ഹെൽപ്സ് റിപ്പയർ ആൻഡ് ബിൽഡ് മസിൽ ടിഷ്യൂ ഫാസ്റ്റർ. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ മസിൽ ടിഷ്യൂസ് ഒക്കെ റിപ്പയർ ആവുക എന്ന് പറഞ്ഞാൽ കേടുപാടുകളുള്ളത് പെട്ടെന്ന് നേരെയാവും. കാരണം ഓക്സിജൻ, എന്തിനാ ബ്ലഡ് സർക്കുലേഷൻ? ബ്ലഡിലൂടെയാണ് സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തുന്നത്, ഹീമോഗ്ലോബിൻ വഴി. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ സെൽസ് ഡെഡ് ആയി പോകും അല്ലെ, ഓക്സിജൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ട് മസിൽ ടിഷ്യൂസ് ഒക്കെ പെട്ടെന്ന് തന്നെ റിപ്പയർ ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് മസ്കുലർ സിസ്റ്റത്തിന് എക്സസൈസ് കൊണ്ടുള്ള ഗുണങ്ങൾ. ഇഫക്ട്സ് ഓൺ സർക്കുലേറ്ററി സിസ്റ്റം. ഈ സർക്കുലേറ്ററി സിസ്റ്റം ഏതൊക്കെയാണ്? അത് ഹാർട്ട്, ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ, എന്ന് വെച്ചാല് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു, അത് വെയിൻസിലും പല രീതിയിലുള്ള ഓർഗൻസിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് വീണ്ടും ഹാർട്ടിലേക്ക് എത്തുന്നു. ദാറ്റ് ഇസ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഇറ്റ് സപ്ലൈസ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി അല്ലെ. ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജനും ന്യൂട്രിയൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. എക്സസൈസ് മേക്സ് ദ സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് മോർ എഫിഷ്യന്റ്ലി. ഇത് എഫിഷ്യന്റ് ആവാനായിട്ട് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് വളരെ എസെൻഷ്യൽ ആണ്. ഇംപ്രൂവ്സ് ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതുപോലെ നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യവും വർദ്ധിക്കുന്നു. സപ്പോർട്ട്സ് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം മസിൽസ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, മസിൽസിൽ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ബ്ലഡിൽ ലയിക്കുന്നു, അത് ഹാർട്ടിലേക്ക് പോകുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു, വീണ്ടും ഹാർട്ട് പമ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ഹാർട്ട് ഈസ് ഹെൽത്തി. ഇഫക്ട്സ് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഓൺ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, സ്ട്രെങ്തൻസ് ദ ഹാർട്ട് മസിൽസ് അല്ലെ, നമ്മുടെ ഹാർട്ട് മസിൽസ് സ്ട്രോങ് ആവുന്നു. അതുപോലെ ഇൻക്രീസസ് സ്ട്രോക്ക് വോളിയം, അതായത് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൂട്ടുന്നു. ദെൻ ലോവേഴ്സ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഓവർ ടൈം. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ പറയാ, നന്നായി പമ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ എന്താ പറയാ നോർമലൈസ്ഡ് ആവുന്നു. എക്സ്പാൻസ് കാപ്പിലറി നെറ്റ്വർക്ക്സ് ഫോർ ബെറ്റർ ഓക്സിജൻ ഡെലിവറി. കാപ്പിലറി നെറ്റ്വർക്ക് പറഞ്ഞാൽ എന്താണ്? അതായത് ചെറിയ ഒരു കുഴലിലൂടെ ഒരു ലിക്വിഡ് പെട്ടെന്ന് കടന്നു പോകും. അതിനുള്ള ഒരു കാപ്പിലറിയുടെ ഒരു എക്സാമ്പിൾ ആണ് വിളക്കിൽ എണ്ണ കത്തുന്നത്. അതായത് വിളക്കിൽ അടിയിൽ കുറച്ച് വെള്ളം മാത്രമേ മീൻസ് എണ്ണ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും തിരി നനഞ്ഞാൽ മതി അല്ലെ, ആ തിരിയിലൂടെ കയറിയിട്ട് മുകളിലേക്ക് ആ എണ്ണ എത്തുന്നു. ദാറ്റ് ഇസ് കാപ്പിലറി. അതാണ് ചെറിയ കുഴലുകളിലൂടെ വെള്ളം പെട്ടെന്ന് മുകളിലേക്ക് എത്തും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. വിസ്തീർണമുള്ള കുഴലുകളിലൂടെ വെള്ളം എന്താണ് മുകളിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്താണ് പറയാ, ചെറിയ കുഴലുകളാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ലിക്വിഡ് ഒക്കെ മുകളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും.
അപ്പൊ അതാണ് കാപ്പിലറി നെറ്റ്വർക്ക്. അപ്പൊ ഇവിടെ പറയുന്നത് ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിന്റെ നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, ഓക്സിജൻ ഡെലിവറി കൂടുന്നു. അപ്പൊ അതുപോലെ എന്താ പറയാ, ഈ ബ്ലഡ് വെസൽസിൽ ക്ലോട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇംപ്രൂവ്സ് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ, അങ്ങനെ ബ്ലഡ് പ്രഷർ നോർമലൈസ്ഡ് ആവുന്നു. ഷോർട്ട് ടേം ഇഫക്ട്സ് ഓഫ് എക്സസൈസ് ഓൺ ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഈ ഷോർട്ട് ടേം ലോങ് ടേം ഇഫക്ട്സ് ഉണ്ട്. അപ്പൊ ഷോർട്ട് ടേം ഇഫക്റ്റ് എന്താണ്? ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് ക്വിക്കലി, അല്ലെ? അതായത് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, പണികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, റേറ്റ് അല്ലെ? അതിന്റെ 72 എന്നുള്ള ചിലപ്പോ എന്താ പറയാ 75, 76 ഒക്കെ ആയി മാറും. റേസസ് ബ്ലഡ് പ്രഷർ ടെമ്പററിലി, ആ സമയത്ത് നമ്മുടെ BP കൂടുന്നു. ബ്ലഡ് ഈസ് റീഡയറക്റ്റഡ് ടു വർക്കിംഗ് മസിൽസ്, അതായത് ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ മസിൽസിലേക്കും എത്തുന്നു. ബോഡി ടെമ്പറേച്ചർ റേസസ് ഡ്യൂ ടു മോർ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂടുന്നു. ബ്രീതിങ് റേറ്റ് ഇൻക്രീസസ് ഫോർ ഓക്സിജൻ സപ്ലൈ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ കൂടുതൽ ശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിജൻ ലെവലും കൂടുന്നു. കൂടുതൽ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കൂടുതൽ എത്തുന്നു. ലോങ് ടേം ഇഫക്റ്റ് എന്തൊക്കെയാണ് അതിന്റെ? ലോവേഴ്സ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പെർമനന്റ്ലി. എന്നിട്ട് പെട്ടെന്ന് പണി ചെയ്യുമ്പോൾ കൂടുമെന്നുള്ള മാത്രമാണ്, പക്ഷെ പിന്നെ ഇതെന്താണ്, ഒരു നോർമലൈസ്ഡ് ആവുന്നു ഹാർട്ട് റേറ്റ്. സ്ട്രെങ്തൻസ് ദ ഹാർട്ട് ആൻഡ് ആർട്ടറീസ്, ഹാർട്ടിനെയും ആർട്ടറി അല്ലെ ധമനികളെയും ഒക്കെ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു, സ്ട്രോങ് ആക്കുന്നു. ഇംപ്രൂവ്സ് കൊളസ്ട്രോൾ ബാലൻസ്, കൊളസ്ട്രോൾ ലെവൽ ബ്ലഡിൽ ബാലൻസ്ഡ് ആക്കുന്നു. റെഡ്യൂസസ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസ്, അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ടാവില്ല. ഈ കൊളസ്ട്രോള് ഫ്ലാറ്റായിട്ട് ബ്ലഡ് വെസൽസിലൊക്കെ അടിഞ്ഞിട്ടാണല്ലോ ഹാർട്ട് ഡിസീസസ് ഉണ്ടാവുന്നത്. ആ ഒരു കൊളസ്ട്രോളിന്റെ റിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ there is no heart disease at all. Improves recovery rate after physical activity. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 4 ദിവസത്തേക്ക് എണീക്കാൻ പറ്റില്ല. അങ്ങനെയല്ലാതെ എത്ര ഹാർഡായിട്ട് പണിയെടുത്താലും അവരതൊന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ട് വരും. അതൊക്കെ ഈ ഫിസിക്കൽ ഹെൽത്തിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മീൻസ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു ബെനിഫിറ്റ് ആണ്. ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്? അതിന് ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ബ്രേക്സ് ഫുഡ് ഇൻ ടു ന്യൂട്രിയൻസ്. അതായത് നമ്മുടെ ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരം ന്യൂട്രിയൻസ് ആക്കി മാറ്റുന്നു, അല്ലെ? നമ്മുടെ വയറിൽ, സ്റ്റൊമക്കിൽ, ആമാശയത്തിൽ. ഇൻക്ലൂഡ്സ് സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, ലിവർ ആൻഡ് പാൻക്രിയാസ്. ഡൈജഷനെ ഇൻക്ലൂഡ് ചെയ്യുന്ന അവയവങ്ങളാണ് സ്റ്റൊമക്, ഇൻറ്റസ്റ്റൈൻ, ലിവർ ആൻഡ് പാൻക്രിയാസ്. മൂവ്സ് ഫുഡ് ത്രൂ ദ ബോഡി ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ ഫുഡ് എങ്ങനെയാണ്? ബോഡിയിലൂടെ മൂവ്സ് ഫുഡ് ത്രൂ ദ ബോഡി, അതായത് ബോഡിയിൽ ഫുഡിലുള്ള ന്യൂട്രിയൻസ് രക്തത്തിൽ കലർന്നിട്ടാണ് അതെങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ശരീരം മുഴുവൻ ട്രാവൽ ചെയ്യുന്നത്. എക്സസൈസ് കീപ്സ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. എക്സസൈസിലൂടെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഭയങ്കര ആക്റ്റീവും എഫിഷ്യന്റും സ്ട്രോങ്ങും ഒക്കെ ആയി മാറും. അതായത് കൂടുതൽ ഡൈജഷൻ ഉണ്ടാവുന്നു. പ്രിവെന്റ്സ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ബ്ലോട്ടിംഗ്, അല്ലെ? അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ, അതായത് നമ്മളെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, അതായത് മലബന്ധം. അതുപോലെ തന്നെ ബ്ലോട്ടിംഗ്, നിർജ്ജലീകരണം, അതായത് ജലം ഇല്ലാത്ത അവസ്ഥ. നമ്മുടെ എന്താ പറയാ, എത്ര വെള്ളം കുടിച്ചാലും ജലമില്ലാത്ത അവസ്ഥ, അങ്ങനെ അത് കോൺസ്റ്റിപ്പേഷന്റെ ഏറ്റവും വലിയ ഒരു കാരണമാണ്. ദെൻ ഇഫക്ട്സ് ഓഫ് എക്സസൈസ് ആൻഡ് ഡൈജഷൻ. അപ്പോ എക്സസൈസ് ചെയ്ത ഡൈജഷൻ എന്തൊക്കെ മാറ്റം വരും? സ്റ്റിമുലേറ്റ്സ് ഇൻറ്റസ്റ്റൈനൽ മസിൽസ് ഫോർ ഫാസ്റ്റർ ഡൈജഷൻ. നമ്മുടെ കുടലിലെ മസിൽസിനെയൊക്കെ അത് സ്ട്രോങ് ആക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഡൈജഷൻ കൂട്ടുന്നു. ഇൻക്രീസസ് ആപ്പിറ്റൈറ്റ് ഡ്യൂ ടു ഹയർ എനർജി ഡിമാൻഡ്. അങ്ങനെ ഡൈജഷൻ പെട്ടെന്നായി കഴിഞ്ഞാൽ വിശപ്പ് കൂടും, നമ്മുടെ ആപ്പിറ്റൈറ്റ്, അല്ലെ, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ കൂടും. ഹെൽപ്സ് കൺട്രോൾ വെയിറ്റ് ബൈ ഇംപ്രൂവിങ് മെറ്റബോളിസം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ ഫാറ്റ് ആയിട്ട് അടിഞ്ഞുകൂടല്ല, മെറ്റാബോളിസം നടക്കുന്നു, അതായത് എനർജി ആക്കി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു. ദെൻ റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് GERD. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാവുന്നു. ബൂസ്റ്റ് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ എഫിഷ്യൻസി. അങ്ങനെ നല്ല എഫിഷ്യന്റ് ആയിട്ട് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു.
പിന്നെ അതുപോലെ തന്നെ എക്സസൈസ്, ഡൈജഷന്റെ കുറച്ചും കൂടെ പോയിന്റ്സ് ഉണ്ട്. ലൈറ്റ് എക്സസൈസസ് ആഫ്റ്റർ മീൽസ് ഇംപ്രൂവ് ഡൈജഷൻ. ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഭക്ഷണം കഴിച്ചാൽ അവിടെ അങ്ങനെ കുത്തിരിക്കുകയല്ല, അതൊന്ന് നടക്കുന്നൊക്കെ. അപ്പൊ അതൊക്കെ ഡൈജഷൻ ഇംപ്രൂവ്ഡ് ആക്കും. റെഡ്യൂസസ് സ്ട്രെസ് ദാറ്റ് ക്യാൻ എഫക്ട് ഡൈജഷൻ. അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിലൊന്നും നമുക്ക് ഡൈജഷൻ ചിലപ്പോൾ നല്ല രീതിയിൽ നടന്നോളണമെന്നില്ല. അപ്പൊ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ആക്ടിവിറ്റി വിൽ നേച്ചുറലി റെഡ്യൂസ് സ്ട്രെസ്. ദെൻ എൻഹാൻസസ് ഗട്ട് മൈക്രോബൈം ഹെൽത്ത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഗട്ട്, സ്റ്റൊമക്കിൽ കുറെ എന്താ പറയാ ബാക്ടീരിയംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ ഈ നല്ല ബാക്ടീരിയകൾ വേണം ദഹിക്കാനായിട്ട്. അപ്പൊ അതെന്തൊക്കെ കൂട്ടുന്നു, അതുപോലെ ദഹനം വളരെ ഈസി ആക്കുന്നു. പ്രൊമോട്ട്സ് റെഗുലർ ബവൽ മൂവ്മെന്റ്സ്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചോദന അല്ലെ ഉണ്ടാക്കുന്നു. ദെൻ ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആൻഡ് ബ്ലഡ് ഷുഗർ കൺട്രോൾ. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതോടൊപ്പം ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ബ്ലഡ് ഷുഗർ നമുക്ക് കൺട്രോൾഡ് ആവുന്നു. ദെൻ ഇഫക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ എക്സസൈസിലൂടെ നെർവസ് സിസ്റ്റത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഡിക്രീസ്ഡ് സ്ട്രെസ് ഇല്ലാതെ ആവുന്നു. ഡിക്രീസ്ഡ് സോഷ്യൽ ആങ്സൈറ്റി. ഓക്കെ, നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ കോൺഫിഡൻസ് കൂടും. ഇംപ്രൂവ്ഡ് പ്രോസസിങ് ഓഫ് ഇമോഷൻസ്. അങ്ങനെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഓഫ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. അതായത് നമുക്ക് ചില സ്ട്രെസ് ഇല്ലാതെ ഇരുന്നാൽ തന്നെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കുറെ അസുഖങ്ങൾ അല്ലെ ഇല്ലാതെയാവും. ഷോർട്ട് ടേം യൂഫോറിയ, ദാറ്റ് ഈസ് ഫീലിംഗ് ഗുഡ് അല്ലെ. വെൽനെസ്, നല്ല ഹെൽത്തി ബോഡിയിൽ ഒരു ഹെൽത്തി മൈൻഡും ഉണ്ടാവും. ദെൻ ഇംപ്രൂവ്ഡ് മെമ്മറി, ഇംപ്രൂവ്ഡ് ബ്ലഡ് സർക്കുലേഷൻ ടു ദ ബ്രെയിൻ. അതുകൊണ്ട് തന്നെ മെമ്മറി എല്ലാ ഫങ്ഷൻസും നോർമലൈസ്ഡ് ആവും. ഡിക്രീസ്ഡ് ബ്രെയിൻ ഫോഗ് അല്ലെ, അതായത് നമ്മുടെ ആ ഒരു അലസത അല്ലെങ്കിൽ ആ ഒരു എന്താണ് ബ്രെയിനില് ബ്ലഡ് എത്താതെ അല്ലെങ്കിൽ ബ്രെയിൻ എനർജറ്റിക് ആവാത്ത അവസ്ഥ ഇല്ലാതെ ആവുന്നു. ഇൻക്രീസ്ഡ് പെയിൻ ടോളറൻസ്. അപ്പൊ തന്നെ നമുക്ക് എന്താണ് പെയിൻ ഒക്കെ സഹിക്കാനുള്ള കഴിവ്. അതായത് നമ്മൾ നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഒക്കെ സഹിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. സപ്പോസ് ന്യൂറോജെനസിസ് ആൻഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതുപോലെ തന്നെ ന്യൂറോജെനസിസ്, അതായത് ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ കൂട്ടുന്നു. അതിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ന്യൂറോൺസിന്റെ പ്രവർത്തനം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കൂടും. അതുപോലെ തന്നെ കൂടുതൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അല്ലെ ന്യൂറോൺസിന്റെ ഫങ്ഷൻസ് ഒക്കെ കൂട്ടുന്നു. റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് ഇഫക്ട്സ് ഓഫ് ഫിസിക്കൽ എക്സസൈസ്. ഓക്കെ, ഇനി റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണുള്ളത്? ലങ്സ്, എയർവേസ് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ. ഇൻവോൾവ്സ് ബ്രീത്തിങ്, ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഓക്കെ, ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. എയർ enters through nose, mouth and exits through lungs അല്ലെ. വായിലൂടെ മൂക്കിലൂടെയൊക്കെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, എന്നിട്ട് ലങ്സിലൂടെ നമ്മൾ അത് വീണ്ടും ഇതിലൂടെയൊക്കെ തന്നെ പുറത്തു വിടുന്നു. ഇപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാ? നോസ്, ത്രോട്ട്, ട്രക്കിയ പറഞ്ഞ വിൻ പൈപ്പ് അല്ലെ, ബ്രോങ്കി ആൻഡ് ലങ്സ് അല്ലെ. അതായത് ലങ്സിന്റെ അവിടെയുള്ള എന്താ പറയാ പൈപ്പിന് ആണ് ബ്രോങ്കി എന്നൊക്കെ പറയുന്നത്. ബ്രോങ്കൈറ്റിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലങ്സിന്റെ അവിടെ വരുന്ന സൂക്കടുകളൊക്കെയാണ്. Then moves oxygen in and carbon dioxide out of the body. ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. Then effects on respiratory system. Increase in size of lungs and chest. നല്ല രീതിയിൽ ശ്വാസം എടുത്താൽ നമ്മുടെ ലങ്സിന്റെ ഒക്കെ സൈസ് ഇൻക്രീസ്ഡ് ആവും അല്ലെ. അതുപോലെ തന്നെ ചെസ്റ്റും ഒക്കെ നല്ല ഹെൽത്തി ആയി മാറും. ഡിക്രീസ് ഇൻ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. Trained individuals breathe more slowly at rest because their lungs work more efficiently. ഇങ്ങനെ വേഗം ശ്വസിക്കൊന്നും വേണ്ട, പതുക്കെ ശ്വസിച്ചാൽ മതി. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. കാരണം നമ്മുടെ ഒരു റെസ്റ്റ് കൊടുത്തിട്ട് അല്ലെ, ലങ്സിന് റെസ്റ്റ് കൊടുത്തിട്ടാണ്. പക്ഷെ ലങ്സ് നല്ല രീതിയിൽ തന്നെ പണിയെടുക്കും, കിതക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻക്രീസ് ഇൻ മാക്സിമം മിനിറ്റ് വെന്റിലേഷൻ. The body can move more air in and out of the lungs in 1 minute during intense exercise. Intense exercise, anaerobic exercise ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് നമ്മൾ ശ്വാസം പിടിച്ചാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ശ്വാസം എടുക്കേണ്ടി വരും. ഇൻക്രീസ് ഇൻ റെസിഡ്യുവൽ എയർ വോളിയം, അതായത് മോർ എയർ സ്റ്റേസ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ബ്രീത്തിങ് ഔട്ട്.
ഇങ്ങനെ ശ്വാസം എടുത്ത് വിടുമ്പോഴൊക്കെ കുറെ എയർ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നു. പിന്നെ അതുപോലെ ഇൻക്രീസ് ഇൻ ടൈഡൽ എയർ വോളിയം. ഈച്ച് ബ്രീത്ത് ബ്രിങ്സ് ഇൻ മോർ എയർ, ഇംപ്രൂവിങ് ഓക്സിജൻ സപ്ലൈ ഡ്യൂറിങ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ വിടുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ എയർ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടുന്നു, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറത്തുവിടാനും പറ്റുന്നു. ഇൻക്രീസ് ഇൻ വെന്റിലേറ്റർ എഫിഷ്യൻസി, അതായത് ദ ലങ്സ് വർക്ക് മോർ എഫക്റ്റീവ്ലി ടു ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ്. അൺയൂസ്ഡ് ആൽവിയോളി ബിക്കം ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈനി എയർ സാക്സ് ഇൻ ദ ലങ്സ്. നന്നായി ശ്വാസം എടുക്കുമ്പോൾ ശ്വാസകോശം നന്നായി വിടരുന്നു. അതായത് ചില സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ ശ്വാസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയർ സാക്സ് ഒന്നും ചിലപ്പോൾ ഒന്നും അറിയാൻ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ നല്ല ഫങ്ഷൻ ഒക്കെ ഉണ്ടാവുന്നു. ഇൻക്രീസ് ഇൻ പൾമണറി ഡിഫ്യൂഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ദ ലങ്സ് ബിക്കം ബെറ്റർ അറ്റ് പാസിംഗ് ഓക്സിജൻ ഇൻ ടു ദ ബ്ലഡ് ആൻഡ് റിമൂവിങ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഈ ഓക്സിജൻ എന്താ ഉണ്ടാവുന്നത്, ബ്ലഡിലേക്ക് കലരുന്നു, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെ നമ്മൾ പുറന്തള്ളുന്നു. സ്ട്രെങ്തൻസ് ഡയഫ്രം ആൻഡ് ചെസ്റ്റ് മസിൽസ്. ഡയഫ്രം അറിയില്ലേ, നമ്മുടെ ചെസ്റ്റിന്റെ തൊട്ട് താഴെയാണ് ഡയഫ്രം, സ്റ്റൊമക്കിന്റെ മുകളിൽ. നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ അത് വികസിക്കുകയും സങ്കോചിക്കുകയും ഒക്കെ ചെയ്യുന്നു. ബ്രീത്തിങ് മസിൽസ് ബിക്കം സ്ട്രോങ്ങർ, മേക്കിംഗ് ബ്രീത്തിങ് ഈസിയർ ആൻഡ് മോർ പവർഫുൾ. അല്ലെ, അങ്ങനെ നമ്മുടെ ശ്വസനം നല്ല രീതിയിലാവുന്നു. ഇൻക്രീസസ് എൻഡ്യൂറൻസ് ആൻഡ് വിൽ പവർ. റെഗുലർ എക്സസൈസ് ഇംപ്രൂവ് സ്റ്റാമിന ആൻഡ് ഹെൽപ്സ് ഡെവലപ്പ് മെന്റൽ സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ. അല്ലെ, എല്ലാ രീതിയിലുള്ള ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു ത്രൂ എക്സസൈസ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നും കൂടെ നോക്കാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതിന്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. പിന്നെ അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഇറ്റ്സ് ജനറൽ, അതായത് സ്കിൽ ബേസ്ഡ് ഫിറ്റ്നസ് ഒക്കെ പറഞ്ഞു. ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് കോമ്പണൻസ് എന്തൊക്കെയാണ്. ഡിസ്കസ്ഡ് ഇറോബിക് ആൻഡ് എനോറോബിക് എക്സസൈസസ്, ദെയർ ഫീച്ചേഴ്സ്, നീഡ് ആൻഡ് ബെനിഫിറ്റ്സ്. അല്ലെ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേനെ. ഡിസ്ക്രൈബ് ഇഫക്ട്സ് ഓഫ് എക്സസൈസ് ഓൺ മസ്കുലർ ഓർ സർക്കുലേറ്ററി, ഡൈജസ്റ്റീവ്, നെർവസ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റംസ്. അപ്പോൾ എക്സസൈസ് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. നമ്മൾ വീഡിയോ കാണുമ്പോൾ അതുപോലെ നോട്ടൊക്കെ എഴുതിയെടുക്കുക, അതൊക്കെയാണ് നല്ല ശീലങ്ങൾ. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ എന്താ പറയാ നോട്ടുകൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ യു ക്യാൻ ആസ്ക് ഡൗട്ട്സ് ഓപ്പൺലി. അപ്പോൾ hope you have understood this video, so we can conclude, or thank you.